ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നെഥിയാസ്മാജിക്കിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു അടിപൊളി വെണ്ടയ്ക്ക തീയലിൻ്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ ഈ കൊറോണ ടൈമിൽ മീൻ കിട്ടാനുള്ള ബുദ്ധിമുട്ട് നമുക്ക് വളരെ കൂടുതലാണല്ലോ. അപ്പോൾ ആ ഒരു ടൈം ആയതുകൊണ്ട് നമുക്ക് ചോറിനൊക്കെ ട്രൈ ചെയ്ത് നോക്കാൻ പറ്റിയൊരു കിടിലൻ റെസിപ്പിയാണ് ഈ വെണ്ടയ്ക്ക തീയൽ. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ എങ്ങനെയാണ് ഈ കിടിലൻ വെണ്ടയ്ക്ക തീയൽ തയ്യാറാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. റെഡിയാക്കുന്നതിനായിട്ട് നമുക്ക് ആദ്യം തേങ്ങ ഒന്ന് വറുത്തെടുക്കണം. അപ്പോൾ അതിനായിട്ട് ഞാൻ ഒരു സ്പൂണ് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഓയിലൊന്ന് ചൂടായി വരുമ്പോഴേക്കും തേങ്ങ ചേർത്ത് കൊടുക്കാം. അപ്പം ഞാനിവിടെ ഒരു തേങ്ങയുടെ പകുതിയാണ് ചിരകി എടുത്തിരിക്കുന്നത്. അത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് വേണ്ടുന്ന അരപ്പിനനുസരിച്ചിട്ട് തേങ്ങ എടുക്കുക. പിന്നെ ഇത് നന്നായിട്ടൊരു ഗോൾഡൻ ബ്രൗൺ കളറാകുന്നത് വരെ നമുക്ക് റോസ്റ്റ് ചെയ്ത് എടുക്കണം. മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടാണ് ഞാനിപ്പോൾ റോസ്റ്റ് ചെയ്യുന്നത്. കളർ മാറാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ചിലതൊക്കെ ഇച്ചിരി വലിയ പീസായതുകൊണ്ട് കളർ മാറാൻ കുറച്ച് പാടാണ്. അപ്പോൾ മിക്സിയിലൊന്ന് കറക്കിയതിന് ശേഷം നമ്മൾ റോസ്റ്റ് ചെയ്യാൻ ഇടുകയാണെങ്കിൽ അത് പെട്ടെന്ന് തന്നെ ആയി കിട്ടും. ഞാനിത് മിക്സിയിലൊക്കെ ഇട്ടിട്ടൊന്ന് കറക്കി എടുക്കണമെന്നൊക്കെ വിചാരിച്ചതാണ്. പക്ഷേ ആ വീഡിയോ എടുക്കാനുള്ള തിരക്കിനിടയിൽ ഞാൻ അതൊക്കെ അങ്ങ് മറന്നുപോയി. എന്നാലും കുഴപ്പമില്ല കേട്ടോ. ഈ ഒരു പരുവം മതി നമുക്ക്. അതിൻ്റെ ആവശ്യമുള്ളൂ. ഇനി ഇതിലേക്ക് നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ചേർക്കുന്നത്. എന്നിട്ട് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഈ പൊടികൾ ചേർക്കുന്ന സമയത്ത് ലോ ഫ്ലെയിമിൽ ഏറ്റവും കുറഞ്ഞ തീയിൽ വേണം നമ്മൾ വെക്കാൻ, ഇല്ലെങ്കിൽ പൊടികൾ പെട്ടെന്ന് കരിഞ്ഞു പോകും. ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ചേർത്താലും കുഴപ്പമൊന്നുമില്ല. ഇനി ഇതിലേക്ക് നമുക്ക് മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ 3 സ്പൂൺ മല്ലിപ്പൊടിയാണ് ചേർക്കുന്നത്. അപ്പോൾ ഈ പൊടികളുടെ അളവൊക്കെ നമ്മളുടെ ഓരോരുത്തരുടെയും ഒരു രുചിക്കനുസരിച്ചിട്ട് കൂട്ടുകയോ കുറയ്ക്കുകയൊക്കെ ചെയ്യാം. ഞാനിപ്പോൾ ഇതൊരു നോർമൽ പരുവമാണ്. ഞാനിപ്പോൾ ഇവിടെ 3 സ്പൂൺ മല്ലിപ്പൊടിയാണ് ചേർത്തത്. ഇനി നമുക്ക് മുളക് പൊടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ അതും നമുക്ക് വേണ്ടുന്ന എരിവിനനുസരിച്ചിട്ട് ചേർക്കാം. ഞാനിപ്പോൾ ഇവിടെ നല്ല എരിവുള്ള മുളക് പൊടിയാണ് എടുത്തിരിക്കുന്നത്. കാശ്മീരി ചില്ലി അല്ല. അപ്പോൾ ഞാൻ അതുകൊണ്ട് 1 സ്പൂണേ ചേർക്കുന്നുള്ളൂ. കാശ്മീരി ചില്ലി ആണെങ്കിൽ നമുക്കൊരു 1.5-2 സ്പൂണോളമൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ അത് ചേർക്കുകയാണെങ്കിൽ നമ്മളുടെ കറിക്ക് കുറച്ച് നിറം കൂടി കിട്ടും. പിന്നെ ഒരു 3 ചെറിയ ഉള്ളി, കൊച്ചുള്ളി എന്നൊക്കെ പറയും, ചെറിയ ഉള്ളി അതുകൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് പൊടികൾ ചേർക്കുന്നതിന് മുമ്പായിട്ട് ചേർക്കേണ്ടായിരുന്നു. സത്യം പറഞ്ഞാൽ ഞാൻ മറന്നുപോയതാണ്. അപ്പോൾ നിങ്ങൾ ചെയ്യുമ്പോൾ പൊടികൾ ചേർക്കുന്നതിന് മുമ്പായിട്ട് തന്നെ ഉള്ളി ചേർത്ത് കൊടുത്തോളൂ. ഒക്കെ നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് തന്നെ നമ്മൾ മൂപ്പിച്ചെടുത്താൽ മതി. ഇപ്പം ഞാൻ നന്നായിട്ട് മൂപ്പിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് എത്രത്തോളം നമ്മൾ കറക്റ്റായിട്ട് ചെയ്യുന്നോ അത്രത്തോളം സ്വാദായിരിക്കും നമ്മുടെ തീയലിന്. ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. അത് തണുത്തതിന് ശേഷം നമുക്ക് മിക്സിയിലിട്ട് അരച്ചെടുക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു മൺചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട്. മൺചട്ടിയിലാണ് നമ്മൾ തീയൽ വെക്കുന്നത്. അതിലേക്ക് 2 സ്പൂൺ ഓയിൽ ചേർക്കുക. അപ്പോൾ വെളിച്ചെണ്ണയാണ് കേട്ടോ ഞാൻ എടുത്തിരിക്കുന്നത്. നമ്മൾ നാടൻ കറികൾ വെക്കുമ്പോൾ വെളിച്ചെണ്ണയാണ് ഏറ്റവും ബെസ്റ്റ്. അപ്പോൾ ഞാൻ വെണ്ടയ്ക്ക 8 വെണ്ടയ്ക്ക എടുത്തിട്ടുണ്ട്. ഈ ഒരു സൈസിന് ഞാൻ മുറിച്ചെടുത്തിട്ടുണ്ട്. അത് നമുക്ക് ഈ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ ഞാനിവിടെ ഒരു 10-12 കൊച്ചുള്ളി 12 കൊച്ചുള്ളി കൂടി എടുത്തിട്ടുണ്ട്. അതും കൂടി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഈ വെണ്ടയ്ക്കയും കൊച്ചുള്ളിയും കൂടി ഈ എണ്ണയിലിട്ട് നന്നായി ഒന്ന് മൂപ്പിച്ചെടുക്കാം. ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ചാൽ നമ്മൾ കറി അല്ലാതെ ആദ്യം തന്നെ ഇത് നമ്മൾ വെണ്ടയ്ക്ക ഇട്ടിട്ട് അരപ്പ് ചേർക്കുകയാണെങ്കിൽ ഈ വെണ്ടയ്ക്കയൊക്കെ പൊടിഞ്ഞു പോകും കുക്കായി വരുമ്പോഴേ. അപ്പോൾ ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ വെണ്ടയ്ക്കയൊന്നും പൊടിഞ്ഞു പോകാതെ നല്ല കറക്റ്റ് പരുവത്തിന് നമുക്ക് കിട്ടും. അപ്പോൾ ഒരു 7 മിനിറ്റോളം നമുക്ക് ഈ എണ്ണയിലിട്ടിട്ട് ഇതൊന്ന് മൂപ്പിച്ചെടുക്കണം. മീഡിയം ഫ്ലെയിമിലാണ് ഞാനിപ്പോൾ വെച്ചിരിക്കുന്നത്. ഓയിലുണ്ടായതുകൊണ്ട് പെട്ടെന്നൊന്നും കരിഞ്ഞു പോകില്ല. ആയിട്ടൊന്ന് മൂത്ത് വരാൻ തുടങ്ങിയിട്ടുണ്ട്. പക്ഷേ ഇതുപോലെ കേട്ടോ, ആ കൊച്ചുള്ളിയുടെയൊക്കെ കളർ നന്നായിട്ടൊന്ന് മാറി വരുന്നത് വരെ നമുക്കിതൊന്ന് മൂപ്പിച്ചെടുക്കണം. അപ്പോൾ ഇതിലൊക്കെയാണ് നമ്മളുടെ ഈ തീയലിൻ്റെ സ്വാദിരിക്കുന്നത്. കൊച്ചുള്ളിയുടെയൊക്കെ കളർ മാറി വന്നിട്ടുണ്ട് കണ്ടോ. ഞാനിപ്പോൾ ഇതിൽ ഒരു പച്ചമുളക് കൂടി ചേർത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് വീഡിയോയിൽ എടുക്കാൻ വിട്ടുപോയതാണ്. അപ്പോൾ നിങ്ങൾ ചേർക്കുമ്പോൾ അപ്പോഴൊരു പച്ചമുളക് കൂടി ചേർക്കുക. ഇനി നമുക്കിതിൽ ഒരു ചെറിയ തക്കാളി കൂടി അരിഞ്ഞിട്ട് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ചിലർ വെണ്ടയ്ക്ക തീയലൊക്കെ വെക്കുമ്പോഴേ തക്കാളി ചേർക്കാറില്ല. അതിന് പകരം പുളിയാണ് ഫുള്ളി യൂസ് ചെയ്യുക. പക്ഷേ ഞാനിപ്പോൾ ലാസ്റ്റ് നമ്മൾ കുറച്ച് പുളിവെള്ളം ചേർക്കുന്നുണ്ട്. പക്ഷേ ഞാനിപ്പോൾ ഇവിടെ ഒരു തക്കാളി ചേർക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ പുളിവെള്ളം മാത്രം ചേർത്തിട്ടാണ് തീയൽ വെക്കാറുണ്ടെങ്കിൽ ഈ തക്കാളി ചേർത്തിട്ടൊന്ന് ചെയ്ത് നോക്കൂ. അടിപൊളി ടേസ്റ്റ് ആയിരിക്കും. പിന്നെ നമുക്ക് 1 സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതൊന്ന് സോട്ട് ചെയ്തെടുക്കാം. അതിന് ശേഷം നമ്മൾ നേരത്തെ മാറ്റി വെച്ച തേങ്ങയുടെ കൂട്ടുണ്ടല്ലോ, അത് കുറച്ച് വെള്ളം ചേർത്തിട്ട് ഞാൻ മിക്സിയുടെ ജാറിലിട്ട് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഒരുപാട് വെള്ളം ചേർത്തിട്ടില്ല, കുറച്ച് വെള്ളം, അതൊന്ന് അരഞ്ഞ് വരാൻ പാകത്തിന് വെള്ളം ചേർത്തിട്ടുണ്ട്. അത് ഇതിലേക്കിനി ചേർത്ത് കൊടുക്കാം. ഉള്ളിയൊക്കെ കുക്കായി വന്നിട്ടുണ്ട് കണ്ടോ, നല്ലതുകൊണ്ട് കുക്കായിട്ട് ഉടഞ്ഞു വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മളുടെ തേങ്ങയുടെ കൂട്ടാണ് ചേർത്ത് കൊടുക്കുന്നത്. കണ്ടോ, നല്ല തിക്ക് കൺസിസ്റ്റൻസിയിലാണ് ഞാനിവിടെ അരച്ചെടുത്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ചെയ്യുമ്പോൾ ഇതേപോലെ തിക്കായിട്ട് തന്നെ അരച്ചെടുക്കുക. എന്നിട്ട് നമ്മളിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിന് ശേഷം ഒരു 5 മിനിറ്റ് ലോ ഫ്ലെയിമിൽ
അങ്ങനെ അങ്ങ് വെച്ചേക്കുക, വെള്ളം ഒന്നും ചേർക്കാതെ അതുപോലെ അങ്ങോട്ട് വെച്ചേക്കുക. അപ്പോൾ അത് ആവിയിലൊക്കെ ഇരുന്ന് ആ അരപ്പുണ്ടല്ലോ നമ്മളുടെ വെണ്ടയ്ക്ക പീസിലൊക്കെ നന്നായിട്ട് പിടിക്കും. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ നമ്മളുടെ തീയലിന് ഒരു പ്രത്യേക രുചിയാണ്. അപ്പോൾ ഈ തിക്ക് കൺസിസ്റ്റൻസിയിൽ തന്നെ അരപ്പ് അരച്ചെടുത്തിട്ട് ഇതേപോലെ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതൊരു 5 മിനിറ്റ് ലോ ഫ്ലെയിമിൽ ഇരിക്കട്ടെ. അതിനുശേഷം നമുക്ക് വെള്ളം ചേർക്കാം. ഇതിപ്പോൾ 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് കണ്ടോ, നന്നായിട്ട് ആവിയൊക്കെ കയറി വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് വെള്ളം ചേർത്ത് കൊടുക്കുക. അപ്പോൾ വെള്ളം മിക്സിയുടെ ജാറിലേക്ക് ഒഴിച്ചിട്ടാണ് ഞാൻ ചേർക്കുന്നത്. അപ്പോൾ വെള്ളത്തിൻ്റെ അളവ് പറയുകയാണെങ്കിൽ അത് നിങ്ങളുടെ ഇഷ്ടത്തിന് ഒഴിച്ചു കൊടുക്കുക. നമുക്ക് എത്ര ഗ്രേവി വേണോ അതിനനുസരിച്ചിട്ട് വെള്ളം ചേർത്ത് കൊടുക്കുക. അല്ലാതെ വെള്ളത്തിന് കറക്റ്റ് കണക്ക് നമുക്ക് പറയാൻ ബുദ്ധിമുട്ടാണ്. ഞാനിപ്പോൾ ഇവിടെ 1.25 കപ്പ് വെള്ളമാണ് ചേർത്തിരിക്കുന്നത്. പിന്നെ ഇത് നന്നായിട്ട് തിളച്ച് വരുമ്പോൾ കറി ഒന്നുകൂടി കുറുകുമല്ലോ, അപ്പോൾ അതനുസരിച്ചിട്ട് വെള്ളം ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇതിനി നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ. അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. മീഡിയം ഫ്ലെയിമിൽ വെക്കാം കേട്ടോ. നന്നായിട്ട് തിളച്ച് വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് പുളിവെള്ളമാണ് ചേർത്ത് കൊടുക്കേണ്ടത്. അപ്പോൾ ഞാനിവിടെ 3 ടേബിൾ സ്പൂൺ പുളിവെള്ളമാണ് ചേർക്കുന്നത്. അപ്പോൾ ഞാനൊരു നെല്ലിക്ക വലിപ്പത്തിലുള്ള പുളി സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഫുള്ള് നമ്മൾ ചേർക്കുന്നില്ല, 3 സ്പൂണേ ചേർക്കുന്നുള്ളൂ. അപ്പോൾ ഈ ഒരു സ്റ്റേജിൽ അതിൻ്റെ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് നമുക്ക് വേണ്ടുന്ന പുളിക്ക് അനുസരിച്ചിട്ട് പുളിവെള്ളം ചേർത്ത് കൊടുക്കുക. കാരണം നമ്മൾ ഓൾറെഡി തക്കാളി ചേർത്തിട്ടുണ്ടായിരുന്നു, അപ്പോൾ അതുകൊണ്ട് കൂടുതൽ പുളിയുടെ ആവശ്യമില്ല. പിന്നെ ഉണ്ടല്ലോ, ഞാൻ ഒരു നുള്ള് ഉലുവാപ്പൊടി കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. ആ ടൈമിൽ ക്യാമറ ഓഫായത് ഞാൻ അറിഞ്ഞില്ല. 1-2 തവണ ക്യാമറ എന്നെ ചതിച്ചു. നമ്മുടെ കറി നന്നായിട്ട് കുറുകി എണ്ണയൊക്കെ തെളിഞ്ഞു വരാൻ തുടങ്ങിയിട്ടുണ്ട്. കണ്ടോ, നിങ്ങൾക്ക് തന്നെ കാണാം, എണ്ണയൊക്കെ തെളിഞ്ഞു വരാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസി എത്തുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. പിന്നെ ഒരു കാര്യം പറയാനുള്ളത്, ഞാനിതിൽ ഉപ്പ് ചേർത്തോ ഇല്ലേ എന്നുള്ളത്. അപ്പോൾ നിങ്ങളൊക്കെ വിചാരിക്കും ഞാനിതിൽ ഉപ്പ് ചേർക്കാൻ വിട്ടുപോയതാണെന്ന്. സംഭവം ഞാൻ ഇതിൽ ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നു. അതെപ്പോഴാണെന്ന് വെച്ചാൽ നമ്മൾ ആ തേങ്ങയുടെ കൂട്ട് അരച്ചെടുത്തില്ലേ, ആ ടൈമിൽ ഞാൻ ഉപ്പും കൂടി ചേർത്തിട്ടാണ് അരപ്പ് അരച്ചെടുത്തത്. അപ്പോൾ അതുകൊണ്ടാണ് സെപ്പറേറ്റ് ഉപ്പ് ചേർക്കാഞ്ഞത്. അപ്പോൾ നിങ്ങൾ ചെയ്യുമ്പോൾ ഒന്നുകിൽ അരപ്പരയ്ക്കുന്ന ടൈമിൽ ഉപ്പ് ചേർത്ത് കൊടുക്കുക, ഇല്ലെങ്കിൽ ഇതിൽ ഡയറക്റ്റായിട്ട് ഉപ്പ് ചേർത്ത് കൊടുക്കുക. അപ്പോൾ നമുക്കിതിന് ഫ്ലെയിം ഓഫ് ചെയ്യാം. എന്നിട്ട് നമുക്കിതൊന്ന് കടുക് വറുത്തെടുക്കണം. നമ്മളിതിൽ കടുകൊന്നും താളിച്ചിട്ടില്ലായിരുന്നു, അപ്പോൾ നമുക്കിതൊന്ന് താളിച്ചൂടി എടുക്കാം. ഇതിപ്പോൾ ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട്, പക്ഷേ മൺചട്ടി ആയതുകൊണ്ട് കുറേ നേരം ചൂട് നിൽക്കുമല്ലോ, അപ്പോൾ അതുകൊണ്ടാണ് ഈ ബബിൾസ് ഇങ്ങനെ വരുന്നത്. അപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് തന്നെയാണ് നമ്മൾ കടുകൊക്കെ താളിച്ചത് ചേർക്കുന്നത്. പിന്നെ ഇതിലേക്ക് നമുക്കത് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ കടുകും വറ്റൽമുളകും കറിവേപ്പിലയും കൂടി വെളിച്ചെണ്ണയിൽ ഇട്ടിട്ടാണ് മൂപ്പിച്ചെടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതും കൂടി ചേർത്തിട്ട് നന്നായി മിക്സ് ചെയ്തെടുക്കാം. നമ്മളുടെ കറി റെഡി ആയിട്ടുണ്ട്. എന്നിട്ട് ഇതിനെ നമുക്ക് സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. അപ്പം എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്സൊക്കെ കമൻസിലൂടെ എന്നെ അറിയിക്കുക. ഒപ്പം ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരുണ്ടെങ്കിൽ ആ സബ്സ്ക്രൈബ് ബട്ടൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതുപോലുള്ള നല്ല നല്ല അടിപൊളി റെസിപ്പീസുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരെ താങ്ക്